ഈ വീഡിയോ എടുക്കുന്നത് ഗുജറാത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന പ്ലെയിൻ ആക്സിഡന്റിൽ മരിച്ചുപോയ കുടുംബാംഗങ്ങളെ അപമാനിക്കാൻ വേണ്ടിയിട്ടല്ല. ഏകദേശം 300-ലധികം ആൾക്കാരാണ് ഗുജറാത്തിൽ നടന്ന പ്ലെയിൻ ക്രാഷിൽ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇന്ത്യയിൽ ഓരോ ദിവസവും മരിച്ചു വീഴുന്നത് ഏകദേശം 26,000 ആൾക്കാരാണ്. ആവറേജ് ഒരു ദിവസം ഇന്ത്യയിൽ മരിച്ചു വീഴുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത്. അതിൽ തന്നെ റോഡ് ആക്സിഡന്റ്സ് മൂലം മരിക്കുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 400 തൊട്ട് 500 വരെയുള്ള ആൾക്കാരാണ് ആവറേജ് ഒരു ദിവസം ഇന്ത്യയിൽ റോഡ് ആക്സിഡന്റ്സ് മൂലം മരിച്ചു വീഴുന്നത്. അപ്പോൾ ഈ റോഡ് ആക്സിഡന്റ്സ് മൂലം മരിച്ചു വീഴുന്ന ആൾക്കാരും പ്ലെയിൻ ക്രാഷ് എന്ന് പറയുന്ന ആ ആക്സിഡന്റ് മൂലം മരിച്ചു വീഴുന്ന ആൾക്കാരും തമ്മിൽ എന്താണ് യഥാർത്ഥത്തിലുള്ള വ്യത്യാസം? എന്തുകൊണ്ടാണ് പ്ലെയിൻ ക്രാഷിൽ മരിച്ചു വീഴുന്ന ആൾക്കാർക്ക് അതൊരു ഹൈ പ്രൊഫൈൽ കേസ് ആയി മാറിയതുകൊണ്ട് അവർക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇത്രയധികം ആനുകൂല്യങ്ങൾ കൂടുതലായി ലഭിക്കുന്നത്? നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പ്ലെയിൻ ക്രാഷിൽ മരിച്ചു വീഴുന്ന ആൾക്കാർക്ക് ടാറ്റ കമ്പനി തന്നെ 1 കോടി രൂപയാണ് നഷ്ടപരിഹാരമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിന്റെ കൂടെ കേന്ദ്ര ഗവൺമെന്റിന്റെയും അതാത് സംസ്ഥാന ഗവൺമെന്റുകളുടെയും മറ്റ് ആനുകൂല്യങ്ങളും വരാനിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, ഇതേപോലെ ഹൈ പ്രൊഫൈൽ കേസുകളിൽപ്പെട്ട് ആക്സിഡന്റുകളിൽപ്പെട്ട് മരണപ്പെട്ടവർക്ക് ഗവൺമെന്റ് ജോലി അടക്കം കൊടുത്ത ചരിത്രമാണ് കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ഉള്ളത്. പക്ഷേ ഈ സമയത്ത് ഇതേ പ്രാധാന്യത്തോടു കൂടി തന്നെ കാണേണ്ട ആൾക്കാരല്ലേ ഓരോ ദിവസവും ആക്സിഡന്റ്സിൽ മരിക്കുന്ന ആൾക്കാരും? അവരുടെ മരണം എന്ന് പറയുന്നത് പെടുങ്ങനെയുള്ള മരണം തന്നെയല്ലേ? അതായത് നോക്കി നിൽക്കുമ്പോൾ നിന്ന നിപ്പിൽ തട്ടിപ്പോവുക എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് പ്ലെയിൻ ക്രാഷിൽ മരിക്കുന്ന ആൾക്കാരും അതേപോലെ തന്നെ റോഡ് ആക്സിഡന്റിൽ മരിക്കുന്ന ആൾക്കാരും. ഇവർ രണ്ടുപേരും മരിക്കുന്നത് ഇവരുടേതായ തെറ്റുകൾ കൊണ്ടും ആയിരിക്കണമെന്നില്ല. എതിരെ വരുന്ന ആൾക്കാരുടെ തെറ്റുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ കുറ്റങ്ങൾ കൊണ്ട് തന്റേതല്ലാതായ കാരണങ്ങൾ കൊണ്ട് മരിച്ചു വീഴുന്നവരാണ് ഇവരൊക്കെ. അപ്പോൾ ഈ രണ്ട് രീതിയിലും ഏത് രീതിയിലാണെങ്കിലും ആക്സിഡന്റ്സിൽ മരിക്കുന്ന ആൾക്കാർക്ക് ഗവൺമെന്റ് സ്റ്റാൻഡേർഡായി ഇട്ട് ഒരു നഷ്ടപരിഹാരം പ്രഖ്യാപിക്കേണ്ടതല്ലേ ഏറ്റവും ഉചിതമായ കാര്യം എന്ന് പറയുന്നത്? എല്ലാവർക്കും ഏത് ആക്സിഡന്റ്സിൽ മരിച്ചാലും ഏത് റോഡ് ആക്സിഡന്റ്സിൽ മരിച്ചാലും അവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു 10 ലക്ഷം രൂപയെങ്കിലും അവരുടെ കുടുംബാംഗങ്ങൾക്ക് കൊടുക്കുവാനുള്ള ബാധ്യത ഗവൺമെന്റുകൾക്കില്ലേ? ഇപ്പോൾ തന്നെ നമുക്കറിയാം, മോട്ടോർ വെഹിക്കിൾ ആക്ട് 2019 അമെൻമെന്റ് പ്രകാരം 5 ലക്ഷം വരെ റോഡ് ആക്സിഡന്റ്സിൽ മരിക്കുന്നവർക്ക് കിട്ടാനുള്ള അവകാശമുണ്ട്. പക്ഷേ അത് നേടിക്കൊടുക്കുവാനും അതിനുവേണ്ടി നിയമപോരാട്ടം നടത്തുവാനും ഏതെങ്കിലും ഗവൺമെന്റുകൾ മുൻകൈയിട്ട് ഇറങ്ങുന്നുണ്ടോ? വളരെ കുറച്ച് തുച്ഛമായ ആൾക്കാർക്ക് മാത്രമാണ് ഈ 5 ലക്ഷം രൂപയൊക്കെ ഈ നിയമത്തിലുള്ള പോലെ ലഭിക്കുന്നത്. അതേസമയം ഇതേപോലുള്ള ഹൈ പ്രൊഫൈൽ കേസുകളായിട്ടുള്ള ആക്സിഡന്റ്സിൽപ്പെട്ട് മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് 1 കോടി രൂപയും 2 കോടി രൂപയും ബാക്കി ഗവൺമെന്റ് ആനുകൂല്യങ്ങളുമെല്ലാം ഗവൺമെന്റ് തന്നെ നേരിട്ട് അവരുടെ കൈകളിലേക്ക് എത്തിക്കുന്നു. ഇതിന് ഒരുപാട് മീഡിയ അറ്റൻഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ടാണ് ഗവൺമെന്റ് ഇത്രയധികം ഊർജ്ജസ്വലതയോടെ ഇവരെ സഹായിക്കുവാൻ വേണ്ടി മുൻകൈയിട്ട് ഇറങ്ങുന്നത്. ആക്ച്വലി ഏത് ആക്സിഡന്റ്സിൽ മരിക്കുന്ന വ്യക്തികൾക്കും ഇതേപോലുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് മുൻകൈ എടുക്കണം. ഇതുപോലെ മീഡിയ അറ്റൻഷൻ കൂടുതൽ കിട്ടുന്ന കാര്യങ്ങളിൽ മാത്രം ഇടപെടാതെ ഓരോ ദിവസവും മരിച്ചു വീഴുന്ന റോഡ് ആക്സിഡന്റ്സുകളിൽപ്പെട്ട് തന്റേതായ കാരണങ്ങൾ കൊണ്ട് മരിച്ചു വീഴുന്ന നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഗവൺമെന്റ് ഇതേപോലെ തന്നെ ഇതേ ത്വരഗതിയോടുകൂടി തന്നെ നഷ്ടപരിഹാരവും അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളും കൊടുക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറാകണം. 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ അമ്മയായിട്ടുള്ള ഒരു മലയാളി നേഴ്സ് പ്ലെയിൻ ആക്സിഡന്റിൽ മരിച്ചു വീഴുന്നു. അതുപോലെ തന്നെയല്ലേ പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ മറ്റൊരച്ഛൻ റോഡ് ആക്സിഡന്റിൽ മരിച്ചു വീഴുമ്പോഴും ആ കുടുംബത്തിന് വരുന്ന ഇമ്പാക്റ്റ് ഈ 2 കേസിലും ഒരേപോലെയല്ലേ? അപ്പോൾ ഈ 2 കേസിനെയും ഗവൺമെന്റ് ഒരേപോലെ കണ്ട് ഒരേ രീതിയിലുള്ള സ്റ്റാൻഡേർഡൈസ് ആയിട്ടുള്ള ഒരു നഷ്ടപരിഹാരം എല്ലാ ആക്സിഡന്റുകൾക്കും ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള നിയമ ഭേദഗതി ഇന്ത്യയിൽ കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്.